ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെയിൻ ഫോർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് എല്ലാ ഞായറാഴ്ചയും നമ്മൾ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഞായറാഴ്ച വീഡിയോ ഇടാത്തപ്പോൾ നമ്മൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മുട്ടുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ചാനൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമ്മൾ ഈ ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ തൊട്ട് ഈ ഗിവ് അവേയിൽ നമ്മൾ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോ തൊട്ടുള്ള 1K സബ്സ്ക്രൈബേഴ്സ് ആവണ വരെയുള്ള വീഡിയോ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. അതിലേതെങ്കിലും നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കമൻറ്റ് പിക്കർ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണ്. ഒരാളെ അല്ലെങ്കിൽ 3-4 പേരെ നമ്മൾ എടുക്കണതാണ്. അപ്പോൾ എടുത്തിട്ട് നമുക്ക് അവർ പ്രൈസ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്കിതുപോലത്തെ ഒരു അഡ്രീനോ UNO അല്ലെങ്കിൽ നാനോ നമുക്ക് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് UNO ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു സെർവോ മോട്ടർ വേണം. പിന്നെ നമുക്കൊരു IR സെൻസറും വേണം. പിന്നെ കുറച്ച് ജമ്പർ വയേഴ്സും വേണം. ഞാൻ അതിൻ്റെയൊക്കെ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അടുത്ത നമുക്ക് ഫോം ഷീറ്റ് വേണം. ഇത് ഞാൻ ഒരു 4 പീസ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു ബോക്സ് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു ബോക്സ് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ ബോറടിപ്പിക്കണമെന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ബോക്സ് ഉണ്ടാക്കണ വീഡിയോ ഇതിനാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് സ്പീഡാക്കിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അഡ്രീനോയിലേക്ക് നമുക്ക് പ്രോഗ്രാമിന് കയറ്റണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു ബോക്സ് നമ്മൾ നിർമ്മിച്ചെടുത്തു. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ കണക്ഷൻസൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോണത്. നമ്മുടെ കണക്ഷൻസൊക്കെ കൊടുക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ IR സെൻസർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ടിലേക്ക് നമ്മൾ ഓറഞ്ച് വയർ കൊടുത്തു. പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ ഗ്രേ കളർ വയറും നമ്മൾ റെഡ് നമ്മൾ VCC അതിൻ്റെ പോസിറ്റീവിൽ നമ്മൾ കൊടുത്തു. ഇനി ഇത് നേരെ നമ്മുടെ അഡ്രീനോയിൽ കണക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ സെൻസർ എന്ന് പറയുന്ന ഔട്ട് പിൻ നമ്മൾ അഡ്രീനോൻ്റെ പിൻ നമ്പർ 9 കണക്ട് ചെയ്യണം. പിന്നെ നമ്മളിവിടെ ഒരു ബ്രെഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് കണക്ഷൻസൊക്കെ സിമ്പിളാക്കാൻ വേണ്ടിയാണ് നമ്മളിത് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് നമ്മൾ പോസിറ്റീവ് വയർ, ഒരു വശത്ത് നമ്മൾ നെഗറ്റീവ് വയർ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത സെർവോ മോട്ടർ എടുത്തു. സെർവോ മോട്ടറിൻ്റെ ഔട്ട് പിന്നിലേക്ക് നമ്മൾ ഓറഞ്ച് പിന്നും നമ്മളെ VCCയിലേക്ക് റെഡ് പിന്നും പിന്നെ
ഗ്രേ കളർ നമ്മുടെ ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സെർവോ മോട്ടറിൻ്റെ. അപ്പം നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ സെർവോ മോട്ടർ എന്ന് പറയുന്ന അതായത് നമ്മുടെ ഔട്ട് പിൻ നമ്മൾ അഡ്രീനോൻ്റെ പിൻ നമ്പർ 8 നമ്മൾ കണക്ട് ചെയ്യണം. അടുത്ത നമ്മുടെ സെർവോ മോട്ടർ എന്ന് പറയുന്ന നെഗറ്റീവ് വയർ നമ്മൾ നെഗറ്റീവിലേക്കും പോസിറ്റീവ് വയർ നമ്മൾ പോസിറ്റീവിലേക്കും നമ്മൾ കണക്ട് ചെയ്തേക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു വയറെടുത്ത് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത പോലെ നമ്മൾ ഒരു വയർ പോസിറ്റീവ് ഒരു വയർ നെഗറ്റീവിലും നമ്മൾ കണക്ട് ചെയ്ത് നമ്മളെ അഡ്രീനോയിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ടാണ്, പവർ കൊടുക്കാനായിട്ട് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. അഡ്രീനോയിലെ പോസിറ്റീവിലും നമ്മൾ നെഗറ്റീവിലും ഗ്രൗണ്ട് പിന്നിലും നമ്മൾ കൊടുക്കണം, കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ വീഡിയോൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നമ്മൾ ആ ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മളൊരു ചെറിയൊരു കമ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത നമ്മളൊരു തീർന്ന ഒരു പേന നമ്മൾ എടുത്തിട്ടുണ്ട്, തീർന്നൊരു പേന. അപ്പോൾ അതിൽ 2 സൈഡിൽ നമ്മളൊരു 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഹോളിൽ നമ്മളൊരു ഇതുപോലെ കമ്പി ഉപയോഗിച്ച് നമ്മൾ അങ്ങനെ ഇതുപോലെ വളച്ചെടുക്കണം. വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ വളച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡുകളൊക്കെ വന്ന് നമ്മുടെ ഈ ബോക്സിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. നമ്മൾ നേരത്തെ കണക്ഷൻസൊക്കെ കൊടുത്തു വച്ചിരുന്ന നമ്മുടെ ബോർഡ് നമുക്കിതിൽ ഒട്ടിച്ച് വയ്ക്കണം. അതിനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മളിത് ഇതുപോലെ ഒട്ടിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സെർവോ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഫോം ഷീറ്റുകൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മുടെ ബോക്സിൻ്റെ അടി വെച്ചത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് സെർവോ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ഇതുണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് സെർവോയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് IR സെൻസർ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലാണ് നമ്മൾ IR സെൻസർ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഹാൻഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ IR സെൻസർ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ IR സെൻസർ നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ IR സെൻസർ.
ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു കമ്പി എടുത്ത് നമ്മൾ ഇതുപോലെ താഴത്തെ സെർവോയിൽ നമ്മൾ കണക്ട് ചെയ്ത് അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ പേനേര ഒരു വശത്ത് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വശത്ത് നമ്മളിതുപോലെ ഇറക്കി നമ്മൾ നല്ല പോലെ ഇത് ടൈറ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി വന്നപ്പോൾ നമ്മുടെ ചെറിയൊരു പണി കിട്ടി. നമ്മളെ ബോട്ടിൽ ചെറുതായിരുന്ന തറയിൽ വീണ് അതിൻ്റെ കാര്യങ്ങൾ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഇളവിയൊക്കെ പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ സെർവോ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ IR സെൻസർ ഇപ്പുറ സൈഡിലെത്തി കൂടെ താത്ത് നമ്മൾ വെച്ചും പിന്നെ നമ്മുടെ ബോട്ടിലും ചെറുതായിട്ടൊന്ന് മാറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ നമ്മളിവിടെ 100% സക്സസ്ഫുള്ളായി വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ കൈ കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ സാനിറ്റൈസർ വന്ന് വീഴുന്നത്. അപ്പോൾ ഇത് 100% വർക്കിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കണം. ലൈക്ക് അടിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തോണം. അപ്പോൾ നമ്മൾ ഗിവ് അവേ റണ്ണിങ് ആണ്. നമ്മൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനായിട്ട് നോക്കണം. അപ്പോൾ നമുക്ക്